ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA ജനറൽ ബോഡി യോഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ നയന കൃഷ്ണൻ 9th D. ഞാൻ അമയ KV 9th E. 1961 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം മലയോര മേഖലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ഹൈസ്കൂളിൽ 714 കുട്ടികളാണ് ഈ വർഷം അധ്യയനം നടത്തുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 100-ലധികം കുട്ടികൾ അധികമായുണ്ട്. 8ാം തരത്തിൽ ഈ വർഷം 270 കുട്ടികൾ പ്രവേശനം തേടിയിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ കുട്ടികളുടെ വർധനവാണിത്. 8 മുതൽ 10 വരെ ആകെ 16 ഡിവിഷനാണുള്ളത്. 26 അധ്യാപകരും 4 അനധ്യാപക ജീവനക്കാരും നിലവിലുണ്ട്. ഇതുകൂടാതെ പ്രശ്ന പരിഹാരത്തിനായുള്ള പ്രത്യേക കൗൺസിലറും ആരോഗ്യ പരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട പ്രവർത്തകയും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള അധ്യാപികയും ജോലി ചെയ്യുന്നുണ്ട്. ഫിക്സേഷൻ വന്നാൽ 3 ഡിവിഷനുകൾ അധികം ലഭിക്കും. 10 വർഷത്തിനു ശേഷമാണ് ഈ വർധനയുണ്ടാകുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള 3 മാസക്കാലം രാവിലെ 8:45 മുതൽ 9:45 വരെയും വൈകുന്നേരം 3:30 മുതൽ 5 വരെയും സ്പെഷ്യൽ ക്ലാസുകൾ ഏർപ്പാട് ചെയ്തു. കൂടാതെ മിക്ക ശനിയാഴ്ചകളിലും പ്രത്യേക ക്ലാസുകളും നടത്തി. പ്രത്യേക പരീക്ഷകളായ മുകുളം, മോഡൽ എന്നിവ നടത്തി പഠന നിലവാരം വിലയിരുത്തി. പ്രത്യേക മോട്ടിവേഷൻ ക്ലാസുകളും കൗൺസിലിംഗും നടത്തി. കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ലഘുഭക്ഷണം നൽകി. PTA-യുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായി നമ്മുടെ വിജയം 100% ചരിത്രത്തിലിടം പിടിച്ചു. 49 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയപ്പോൾ 9 കുട്ടികൾക്ക് 9 വിഷയങ്ങളിൽ A+ നേടാനായി. PTA വാർഷിക പൊതുയോഗം. സ്കൂൾ PTA-യുടെ വാർഷിക പൊതുയോഗത്തിൽ 200ഓളം രക്ഷിതാക്കളുടെ പ്രതിനിധികളായി 11 പേരെയും അധ്യാപക പ്രതിനിധികളായ 10 പേരെയും എക്സ് ഒഫിഷ്യോ അംഗങ്ങളായ HM, പ്രിൻസിപ്പൽ ഉൾപ്പെട്ട 23-അംഗ ഭരണസമിതിയെയും തിരഞ്ഞെടുത്തു. K. സജീവനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ദിനാചരണങ്ങൾ. ജൂൺ 5 പരിസ്ഥിതി ദിനം ആചരിച്ചു. വായനാ പക്ഷാചരണം വിവിധ പരിപാടികളോടെ കൊണ്ടാടി. വായനാ ചർച്ച, സാഹിത്യാവതരണം, കലാപരിപാടികൾ, അനുസ്മരണ പ്രഭാഷണങ്ങൾ എന്നിവ 2 ആഴ്ച കാലമായി നടത്തി. വിദ്യാരംഗവും സ്കൂൾ ലൈബ്രറിയും പരിപാടി ഏറ്റെടുത്തു നടത്തി. ലൈബ്രറി ചുമതല മലയാള അധ്യാപകൻ മനോജ് മാസ്റ്റർക്കാണ്. രാധാമണി ടീച്ചറും ജയചന്ദ്രൻ മാസ്റ്ററുമാണ് വിദ്യാരംഗം ചുമതല വഹിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് കുട്ടികളും ട്രെയിനിങ് അധ്യാപകരും കൂടി തീർത്ത പൂക്കളം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. എല്ലാ കുട്ടികൾക്കും പായസം വിതരണം ചെയ്തു. ഇക്കാര്യത്തിൽ PTA ഭാരവാഹികളുടെ സേവനം പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. NMMS 2023-24 NMMS പരീക്ഷയിൽ 40 കുട്ടികൾ പങ്കെടുത്തു. 38 കുട്ടികൾ എക്സാം ക്വാളിഫൈഡ് ആയി. സ്കോളർഷിപ്പിന് യോഗ്യത നേടിയത് അഭിഷേക് PS ആണ്. NMMS പരീക്ഷയ്ക്ക് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന്റെ നേതൃത്വം രോഷിനി ടീച്ചറും ടിൻഡോ ജോൺ സാറും ഏറ്റെടുത്തു നടത്തുന്നു. മേളകൾ. സ്കൂൾ കലോത്സവം. സ്കൂൾ കലാമേള ഒക്ടോബറിൽ വർണ്ണാഭമായി കൊണ്ടാടി. നാട്ടുകാരനായ ഗായകൻ ശ്രീ ജാസിം ചങ്ങളായി ആയിരുന്നു ഉദ്ഘാടകൻ. ഉപജില്ലാ മത്സരങ്ങളിൽ HS വിഭാഗത്തിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി നാം നാടിന്റെ അഭിമാനമായി. ജില്ലാതല കലോത്സവത്തിൽ 40-ലധികം കുട്ടികൾ പങ്കെടുത്തു. അറബിക് കലാമേളയിൽ ഒരു പതിറ്റാണ്ടായി തുടരുന്ന മേധാവിത്വം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചു. സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബിക് ഇനങ്ങളിൽ 6 എണ്ണത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് വാങ്ങി ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി.
അറബിക് ഗാന മത്സരത്തിൽ മുഹമ്മദ് ബാരിസിന് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു. അലിഫ് അറബിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട അറബിക് കയ്യെഴുത്ത് മാഗസിൻ നിർമ്മാണത്തിൽ സബ് ജില്ലാ തലത്തിൽ 1-ാം സ്ഥാനവും ജില്ലാതലത്തിൽ 3-ാം സ്ഥാനവും ലഭിച്ചു. അൽമാഹിർ അറബിക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മുഹമ്മദ് ഷഹസിൻ MP സ്കോളർഷിപ്പിന് അർഹത നേടി. അലിഫ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട സബ് ജില്ലാതല അറബിക് ടാലന്റ് ടെസ്റ്റിൽ സജാദ് സിദ്ദിഖ് 2-ാം സ്ഥാനം നേടി. ബഷീർ മാസ്റ്ററുടെ അക്ഷീണ പ്രയത്നമാണ് ഇതിന് വഴിയൊരുക്കിയത്. ഉപജില്ലാ ശാസ്ത്രോത്സവം നമ്മുടെ വിദ്യാലയത്തിൽ വച്ചാണ് നടന്നത്. ശാസ്ത്രമേളയിൽ പങ്കെടുത്ത മുഴുവൻ ഇനങ്ങളിലും എ ഗ്രേഡ് നേടി ഉപജില്ലാ ചാമ്പ്യന്മാരായി. മികച്ച സംഘാടനം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടാൻ നമുക്ക് കഴിഞ്ഞു. ഗണിതമേളയിൽ ഉപജില്ലാ ചാമ്പ്യന്മാരായി നാം തിളങ്ങി. ജില്ലാതലത്തിലാകട്ടെ പങ്കെടുത്ത മുഴുവൻ ഇനങ്ങളിലും എ ഗ്രേഡും ഗ്രൂപ്പ് പ്രൊജക്റ്റിൽ 1-ാം സ്ഥാനത്തോടെ സംസ്ഥാനത്തെത്തുകയും ചെയ്തു. സയാനി റാണി, നയന KJ എന്നീ വിദ്യാർത്ഥികളാണ് സംസ്ഥാന തലത്തിൽ നമുക്ക് വേണ്ടി മത്സരിച്ചത്. ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമുക്കായിരുന്നു എന്ന് അഭിമാന പുരസ്സരം ഓർമ്മിപ്പിക്കട്ടെ. ശ്രീ TV രവീന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള പരിശീലനമാണ് വിജയം നേടിത്തന്നത്. SPC അഥവാ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ശ്രീകണ്ഠപുരം സ്കൂളിലെ SPC യൂണിറ്റ് 2012 ആരംഭിച്ചു. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 2 മണിക്കൂർ പരേഡും ശനിയാഴ്ച വിവിധ ക്ലാസുകളും കായിക പരിശീലനവും യോഗ ക്ലാസുകളും നടന്നുവരുന്നു. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും വൈകുന്നേരം ലഘുഭക്ഷണവും നൽകി വരുന്നു. ശ്രീ ഷാരോൺ പ്രഭാകർ CPO ആയും ശ്രീമതി അനിത പോൾ ACPO ആയും സേവനമനുഷ്ഠിച്ചു. ജില്ലാ സംസ്ഥാന ക്യാമ്പുകളിൽ മികച്ച കേഡറ്റുകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളിൽ ആഘോഷ പരിപാടികളിലും നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് SPC ആണ്. ശുചീകരണം, അച്ചടക്കം തുടങ്ങിയ കാര്യങ്ങളിലും നമ്മുടെ കേഡറ്റുകൾ ജാഗ്രത പുലർത്തുന്നു. JRC ആരോഗ്യം, സൗഹൃദം, സേവനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന കുട്ടികളുടെ സംഘടനയാണ് ജൂനിയർ റെഡ് ക്രോസ് അഥവാ JRC. കഴിഞ്ഞ വർഷം അഭിമാനകരമായ നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂൾ യൂണിറ്റ് ഏറ്റെടുത്തത്. സ്കൂൾ പച്ചക്കറി കൃഷി നടത്തി. നഗരസഭ നൽകിയ ചട്ടികൾ പച്ചക്കറി നട്ടുവളർത്തി പരിപാലിച്ചു. സാന്റ് ജോർജിയ സ്പെഷ്യൽ സ്കൂളിൽ JRC അംഗങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും അവിടുത്തെ കുട്ടികളുമായി ഇടപഴകുകയും ചെയ്യാറുണ്ട്. അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ മധുര വിതരണവും കലാപരിപാടികളും നടത്താറുണ്ട്. ചുറ്റുപാടിനെ അറിയാൻ എന്ന ലക്ഷ്യത്തോടെ സമീപ പ്രദേശങ്ങളിലേക്ക് ഫീൽഡ് ട്രിപ്പുകൾ നടത്തി. അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും മികവുറ്റ ഒരു പ്രവർത്തന വർഷമായിരുന്നു JRCക്ക്. സ്കൂൾ ലൈബ്രറി 10,000-ഓളം പുസ്തകങ്ങളുള്ള ബൃഹത് ഗ്രന്ഥശാലയാണ് നമ്മുടേത്. എല്ലാ വിഷയങ്ങളിലുമുള്ള സാഹിത്യ വിജ്ഞാന കൃതികളുടെ ശേഖരമാണിത്. കുട്ടികൾക്കായി ബാലമാസികകളും ആനുകാലികങ്ങളും വരുത്തുന്നുണ്ട്. പുസ്തക വിതരണത്തിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള മേൽനോട്ട സമിതിയും പ്രവർത്തിക്കുന്നുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ നവോത്ഥാന മിഷന്റെ ഭാഗമായുള്ള കൈറ്റിന്റെ സംരംഭമായ ലിറ്റിൽ കൈറ്റ്സിന്റെ IT ക്ലബ് 126 കുട്ടികളുടെ അംഗത്വത്തോടെ വളരെ സജീവമായി നമ്മുടെ സ്കൂളിലും പ്രവർത്തിക്കുന്നു. സൈബർ സുരക്ഷ, മലയാളം കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക്സ്, ആനിമേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ വിഷയങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. ഉച്ചഭക്ഷണം സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടി വളരെ വിജയകരമായി മുന്നോട്ടു പോകുന്നു. മിക്ക ദിവസങ്ങളിലും 3 തരം കറികളോട് കൂടിയ ഭക്ഷണമാണ് നൽകുന്നത്. പാലും മുട്ടയും നിശ്ചിത ദിവസങ്ങളിൽ നൽകി വരുന്നുണ്ട്. 8ാം തരത്തിലെ കുട്ടികളെ കൂടാതെ +2 വരെയുള്ള ആവശ്യക്കാരായ മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം നൽകുന്നുണ്ട്. ജിൻജോ ജോൺസ് ആണ് പദ്ധതിയുടെ കഴിഞ്ഞ വർഷത്തെ മേൽനോട്ട ചുമതല.
കായികം. പ്രത്യേക ഗെയിംസ് ഇനങ്ങളിൽ രാവിലെയും വൈകുന്നേരവും പ്രത്യേക പരിശീലനം നൽകി വരുന്നു. സ്കൂൾ കായികമേള മികച്ച രീതിയിൽ സംഘടിപ്പിക്കാനും ജില്ലാ മത്സരങ്ങളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാനും നമുക്ക് കഴിഞ്ഞു. ഉപജില്ലാ കായികമേളയിൽ റണ്ണറപ്പ് സ്ഥാനം നേടാനായി. കായികാധ്യാപകൻ ശ്രീ ഷാരോൺ ഈ വിജയങ്ങളുടെ മുഖ്യ കാർമ്മികനാണ്. സോഷ്യൽ സയൻസ് ക്ലബ് പ്രവർത്തനങ്ങൾ. ക്ലബിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് റാലി നടത്തി. സഡാക്കോ കൊക്കുകളെ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിൽ മത്സരബുദ്ധിയോടെ കുട്ടികൾ പങ്കെടുത്തു. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം നടത്തി. വിജയികൾക്ക് ബഹുമാന്യയായ ഹെഡ് മിസ്ട്രസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രസംഗ മത്സരത്തിൽ 23 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗാന്ധിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാ ക്വിസ് മത്സരം നടത്തി. മറ്റ് ക്ലബ്ബുകൾ: വിദ്യാരംഗം, ഗണിതം, സാമൂഹിക ശാസ്ത്രം, ഇംഗ്ലീഷ്, ഹിന്ദി, IT ക്ലബ്ബുകൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. സ്കൂൾ ബസ്. KC ജോസഫ് MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സ്കൂൾ ബസ് വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്നു. ശ്രീ വിനോദ് അഗസ്റ്റിൻ മേൽനോട്ടം വഹിക്കുന്നു. പഠനയാത്ര. ശനിയാഴ്ചകളിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ ഏകദിന പഠനയാത്രകൾ സംഘടിപ്പിച്ചു. വിജ്ഞാനവും വിനോദവും ഒരുമിച്ചൊരുക്കിയ ആഘോഷ പകലുകളായിരുന്നു പ്രസ്തുത ദിനങ്ങൾ. ശ്രീ ജോബിഷ് M ജോസഫ് ആയിരുന്നു സംഘാടകൻ. സ്കൂൾ റേഡിയോ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2023-24 വർഷത്തെ മികവ് പരിപാടിയിൽ ജില്ലയിൽ ഒന്നാമതെത്തുകയും സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത വേറിട്ടൊരു പ്രവർത്തനമാണ് വിദ്യാഗീതം സ്കൂൾ റേഡിയോ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന 180-ൽ പരം എപ്പിസോഡുകൾ, 100-ൽ പരം വിദ്യാർത്ഥികൾ അവതാരകരായുള്ള വ്യത്യസ്ത റേഡിയോ പ്രോഗ്രാമുകൾ, ഇവയൊക്കെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയെ മികച്ച പാഠ്യേതര പ്രവർത്തനമാക്കുന്നു. ORC വനിതാ ശിശുവികസന വകുപ്പിന്റെയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ ORC അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതി കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 23 സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്നു. ഇതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ സ്മാർട്ട് 40 എന്ന പേരിൽ ഒരു ജീവിത നൈപുണ്യ വികസന ക്യാമ്പ് ജനുവരി 9 മുതൽ 11 വരെ നടന്നു. 9ാം ക്ലാസ്സിലെ ഓരോ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10 കുട്ടികൾ വീതം 50 പേരാണ് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. ORCയും സ്റ്റേറ്റ് ലെവൽ റിസോഴ്സ് ടീമുമാണ് ക്യാമ്പ് നയിച്ചത്. ORCയുടെ ജില്ലാ സെന്ററും നമുക്ക് സഹായകരമാണ്. ORCയുടെ സഹായത്തോടെ പരീക്ഷ ഒരുക്കവും ക്ലാസും നടത്തപ്പെട്ടു. ടീൻസ് ക്ലബ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന കൗമാര ബോധവൽക്കരണ പ്രോഗ്രാമായ ക്രിയാത്മക കൗമാരം കരുത്തും കരുതലും നമ്മുടെ സ്കൂളിലും നടന്നുവരുന്നു. പ്രശസ്ത ലൈഫ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ഷോണിറ്റ് അഗസ്റ്റിൻ 8, 9, 10 എന്നീ എല്ലാ ക്ലാസുകളിലെയും കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായിരുന്നു. ആക്ടിവിറ്റി ബേസ്ഡ് കൗമാര ബോധവൽക്കരണ ക്ലാസുകളും ടീൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നു. കലാപഠനം. നമ്മുടെ വിദ്യാലയത്തിലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രവർത്തനമാണ് കലാവിദ്യാഭ്യാസത്തിനായുള്ള പ്രത്യേക പരിശീലനം. ചിത്രകലയിലെ വ്യത്യസ്ത രചനാരീതികൾ, ശില്പനിർമ്മാണം തുടങ്ങിയവ കുട്ടികൾ പരിചയപ്പെടുന്നു. എല്ലാ കുട്ടികൾക്കും ബ്രഷുകളും കളറുകളും നൽകി അവർ ഒരുമിച്ചിരുന്ന് വരയ്ക്കുന്ന നമ്മുടെ സ്കൂളിലെ കലാനികേതൻ ആർട്ട് റൂം കുട്ടികളുടെ മനസ്സിലെ മായാത്ത ഓർമ്മയായിരിക്കും. +2 പഠനം കഴിഞ്ഞ് നിരവധി കുട്ടികൾ ഇപ്പോൾ കലാപഠന മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കുട്ടികൾ നല്ല മനസ്സിന്റെ ഉടമകളായി മാറാനുള്ള കലാപഠനത്തിന് നേതൃത്വം നൽകുന്നത് രാജീവ് മാസ്റ്ററാണ്. ഇന്നത്തെ PTA മീറ്റിംഗിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി തന്ന നമ്മുടെ മലയാളം അധ്യാപകനായ മനോജ് സാറിനോടുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കട്ടെ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കുചേർന്ന എല്ലാവർക്കും ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നേട്ടങ്ങളുടേതായ ഒരു അധ്യയന വർഷമാണ് കടന്നുപോയത്. നേട്ടങ്ങളുടെയും പരിപാടികളുടെയും ഒരു ചെറു വിവരണം മാത്രമേ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളൂ.
നല്ലവരായ നാട്ടുകാരും അഭ്യുദയകാംക്ഷികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും നിർലോഭമായ സഹായ സഹകരണങ്ങളോടെ എന്നും കൂടെ നിന്നിട്ടുണ്ട്. അവർക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് തുടർ ചർച്ചയ്ക്കായും അംഗീകാരത്തിനും ഈ സദസ്സിനു മുമ്പാകെ സമർപ്പിക്കുന്നു.